രാഹുൽ മാൾക്കൂട്ടത്തിൻ്റെ മുമ്പേയുള്ള പ്രശ്നമല്ലേ, അതിപ്പോഴും തുടരുകയാണ്. അതിൻ്റെ ഓരോ വിവരങ്ങളും പുറത്തു വരികയാണ്. ഇനിയും പുതിയ പുതിയ വിവരങ്ങൾ വരും. അവർ ഈ കാര്യം സംബന്ധിച്ചിടത്തോളം ആക്ഷേപം നൽകിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജയിലിൽ പോകാതിരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അപേക്ഷ നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ പരാതി കൊടുക്കുകയാണെങ്കിൽ അതിനടിസ്ഥാനപ്പെടുന്ന നിലപാട് സ്വീകരിക്കും. കോൺഗ്രസിന്റെ നിലപാടാണല്ലോ, ഒരിക്കലും ആരെയും തള്ളി പറയാറില്ല. ഇവരെല്ലാം സംരക്ഷിക്കുക. ആ ഒരു നിലപാട് വെച്ചിട്ടാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. ഈ വെൽഫെയർ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടെ പ്രാദേശിക നീക്കുപോക്കുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് 24 പറഞ്ഞിരുന്നു. സഖ്യമില്ല, പ്രാദേശിക നീക്കുപോക്കാണ്. അതായത് ഞാനത് മുമ്പേ പറഞ്ഞാണ്, കേരളത്തിലെ UDFന്റെ ആശയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമിയും SDPIയും മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറം പറയാനില്ലല്ലോ. ഞാൻ പറഞ്ഞ ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഇങ്ങനെയാണ്, കേരളത്തിലെ UDFന്റെ വർഗീയ ആശയ രൂപീകരണത്തിൽ നേതൃത്വമായിട്ട് നിലകൊള്ളുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമാണ്, ലീഗും അതുപോലെ കോൺഗ്രസും ചേർന്നിട്ട്. നേരത്തെ ഇന്നത്തെ യോഗത്തിൽ പത്മകുമാറുമായി ബന്ധപ്പെട്ട് ചർച്ച ഉണ്ടായോ ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന്? ജില്ലാ കമ്മിറ്റി അല്ലല്ലോ യോഗം ചേർന്നത്, തെരഞ്ഞെടുപ്പ്